കോഴിക്കോട് MDMA വേട്ട 200 ഗ്രാം MDMAയുമായി കോവൂർ സ്വദേശി അരുൺകുമാർ പിടിയിലായി. പ്രതി MDMAയുമായി പിടിയിലാകുന്നത് മൂന്നാം തവണയാണ്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, സ്ഥിരം കുറ്റവാളിയാണ്, വീണ്ടും പിടിയിലാകുന്നു. എത്ര അളവിലുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്? എപ്പോഴായിരുന്നു സംഭവം? പ്രതീക്ഷ സ്ഥിരമായി MDMA കടത്ത് വിൽപ്പന നടത്തുന്ന പ്രതിയെയാണ് മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസാഫും ചേർന്ന് ഇന്ന് പിടികൂടിയിട്ടുള്ളത്. കോവൂർ സ്വദേശിയാണ്. ഇയാൾ കോവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയിട്ടുള്ളത്. അരുൺകുമാർ എന്നാണ് പേര്. കുമാരി എന്ന് വിളിപ്പേര് കൂടിയുണ്ട്. 200 ഗ്രാം MDMA പ്രതിയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഇയാൾ മൂന്നാം തവണയാണ് MDMAയുമായി പിടികൂടുന്നത് എന്നതൊക്കെ ഇയാളുടെ ഒരു സ്വഭാവ രീതി അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. 2022 മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ആദ്യമായി ഇയാൾ MDMAയുമായി പിടിയിലാകുന്നത്. 300 ഗ്രാം ഈ മയക്കുമരുന്നുമായി എക്സൈസാണ് പ്രതിയെ ആദ്യം പിടികൂടുന്നത്. പിന്നീട് ഈ കേസിൽ ജയിൽവാസം കുറച്ച് കാലം അനുഭവിക്കുകയും ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിലിൽ 12 ഗ്രാം MDMAയുമായി ഇതേ മെഡിക്കൽ കോളേജ് പോലീസ് തന്നെ പ്രതിയെ പിടികൂടി. ആ കേസിലും ജാമ്യത്തിലിറങ്ങിയതിനു ശേഷമാണ് വീണ്ടും മയക്കുമരുന്ന് കടത്തിലേക്ക് കടന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാൾ പതിവായി മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ആ രീതിയിലുള്ള മൊഴിയാണ് പ്രതി നൽകുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ പിടിയിലായ 2 കേസുകളിലായി 2 വർഷത്തോളമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നത്. അതിൽ കോഴിക്കോട് നഗരത്തിൽ പ്രത്യേകിച്ച് ഈ പുതുവർഷം ആരംഭിച്ചതിന് ശേഷം 1 കിലോയിലധികം 1 കിലോയോളം MDMAയാണ് കോഴിക്കോട് സിറ്റിയിൽ മാത്രം പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 712 ഗ്രാം MDMAയുമായി ഒരു വിമുക്ത പഠനം യുവതിയടക്കം ഉള്ള സംഘത്തെയും പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഏതായാലും മയക്കുമരുന്ന് വേട്ടയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടത്തും എന്നാണ് പോലീസും ഡാൻസാഫും വ്യക്തമാക്കുന്നത്. രാഹുൽ KV ആണ് ലഹരി വേട്ടയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.